السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بالله من الشيطان الرجيم. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ അമലുകൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അകറ്റി കൊടുക്കട്ടെ. പരിശുദ്ധമായ റമളാൻ ഷരീഫ് നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. റമളാൻ ഷരീഫിൽ നാം ഒരുപാട് ഇബാദത്തുകൾ ചെയ്തു, നോമ്പനുഷ്ഠിച്ചു, തറാവീഹ് നിസ്കരിച്ചു, ഖുർആൻ ഓതി, ദിക്റുകൾ ചൊല്ലി, പ്രാർത്ഥനകൾ നടത്തി. എല്ലാം അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. റമളാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ ചെറിയ പെരുന്നാൾ ദിവസമാണ്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കാരണം പെരുന്നാൾ ദിവസം മുഅ്മിനീങ്ങൾക്ക് സന്തോഷിക്കാനുള്ളതാണെന്ന് മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല ഡ്രസ്സ് ധരിക്കാൻ പോവുകയാണ്, പെരുന്നാൾ നിസ്കരിക്കാൻ പോവുകയാണ്. ആ കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട മറ്റു ചില അമലുകൾ കൂടെ ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. നമ്മൾക്ക് ഒരുപാട് കുടുംബക്കാരുണ്ട്. കഴിയുമെങ്കിൽ അവരുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് ചെല്ലുക, നമ്മളെ വീട്ടിലേക്ക് അവരോട് വരാൻ പറയുക. അങ്ങനത്തെ കുടുംബ ബന്ധം ചേർക്കല് ഇന്നത്തെ ദിവസം പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ തന്നെ സ്വതക്കകൾ കൊടുക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക, കുടുംബക്കാരെ സഹായിക്കുക. അങ്ങനത്തെ നല്ല കാര്യങ്ങൾ പെരുന്നാൾ ദിവസം പ്രത്യേകം ചെയ്യാൻ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ കൈയുയർത്തുക, അതിനാരും മറക്കരുത്. അതുപോലെ തന്നെ ദിക്റുകളും സലാത്തുകളും ചൊല്ലുക. വളരെ പ്രധാനപ്പെട്ടതാണ് തക്ബീറുകൾ അധികരിപ്പിക്കുക. എങ്ങനെയാണ് തക്ബീർ അധികരിപ്പിക്കേണ്ടത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് തുടങ്ങിയ തക്ബീറുകൾ. അല്ലെങ്കിൽ വെറും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവേ നീ വലിയവനാണ്, നീ വലിയവനാണ്. ഈ സമയം മുതൽ നമ്മൾ ധാരാളം തക്ബീറുകൾ അധികരിപ്പിക്കുക. അല്ലാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ചൊല്ലേണ്ട ദിക്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി സാധുക്കളായ നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ആദ്യം നമ്മൾ ചൊല്ലാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, പെരുന്നാൾ ദിവസം തക്ബീർ ചൊല്ലുക എന്നുള്ളത്. അതുകൊണ്ട് ഒരുമിച്ച് നമ്മൾക്ക് എല്ലാവർക്കും തക്ബീറുകൾ ചൊല്ലാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. ഞങ്ങളെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യണേ അല്ലാ, ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള തൗഫീക്ക് നൽകണേ റബ്ബേ. ഇൻഷാ അല്ലാ ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്റാണ്. ചെറിയ പെരുന്നാൾ ദിവസത്തില് 300 പ്രാവശ്യം ഈ ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ, അഥവാ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ഖബർ അല്ലാഹു പ്രകാശിപ്പിക്കുകയാണ്. നമ്മളെ ഖബർ മാത്രമല്ല, നമ്മളെ മാതാപിതാക്കളുടെ, നമ്മളെ കുടുംബക്കാരുടെ ഖബർ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശിപ്പിക്കുമെന്ന് മഹാന്മാരവരെ കിതാബുകൾ പറഞ്ഞിട്ടുണ്ട്. അല്പം നമ്മൾക്ക് ഈ മജ്ലിസിൽ ചെല്ലാം, പിന്നെ ബാക്കി നിങ്ങൾ ഒറ്റക്ക് ചെല്ലണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി
وبحمده سبحان الله 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 وبحمده سبحان الله
വബിഹംദിഹി സുബ്ഹാനല്ലാഹി 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 വബിഹംദിഹി. അല്ലാഹു സ്വീകരിക്കട്ടെ, നമ്മളെ ഖബർ അല്ലാഹു പ്രകാശിപ്പിച്ചു നൽകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. കുടുംബക്കാരെ ഖബർ പ്രകാശിപ്പിക്കണേ റഹ്മാനെ, ഖൈറ് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ചെയ്തു തരികയാണ്. നമ്മളെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അല്ലാഹു പരിഹാരം നൽകും. വളരെ പ്രധാനപ്പെട്ട ദിക്റാണ്. പെരുന്നാൾ ദിവസത്തിൽ ധാരാളം അധികരിപ്പിക്കേണ്ട ദിക്റാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഖബൂൽ ചെയ്യണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സ് നീ നന്നാക്കണേ റഹ്മാനേ. അല്ലാഹ്, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ റമദാൻ ഷരീഫിൽ നാം ചെയ്ത അമലുകളൊക്കെ കബൂൽ ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യുന്ന അമലുകളും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളും അല്ലാഹു കബൂൽ ചെയ്യാൻ വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹ്, അല്പം നമ്മൾക്ക് ദുആ ചെയ്യാം. എല്ലാവർക്കും തിരക്കുണ്ടാകും. ഇൻഷാ അല്ലാഹ് അല്പം ദുആ ചെയ്തിട്ട് നമ്മുടെ മജ്ലിസ് അവസാനിപ്പിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വശഫീനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ പരമദയാലുവായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ തക്ബീറുകൾ ദിക്റുകൾ നീ സ്വീകരിക്കണേ റഹ്മാനേ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ പെരുന്നാൾ ദിവസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന സൽക്രമങ്ങൾ കബൂൽ ചെയ്യണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സിന് സന്തോഷം നൽകണേ അല്ലാഹ്. ടെൻഷനുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ലാഹ്. അനേകായിരം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. എല്ലാവർക്കും സമാധാനം നൽകണേ അല്ലാഹ്. എല്ലാവരുടെ കടങ്ങളും നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും നല്ല വീട് കൊടുക്കണേ അല്ലാഹ്. എല്ലാവരുടെ മക്കളെയും നന്നാ
ധന്യമാക്കണേ അല്ലാ. എല്ലാവർക്കും സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. എല്ലാവരെയും പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. എല്ലാവർക്കും സന്തോഷവും നിന്റെ കാരുണ്യവും നൽകണേ അല്ലാ. എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എല്ലാവരുടെ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. എല്ലാവരുടെ ഹാജത്തുകളും നിറവേറ്റി കൊടുക്കണേ അല്ലാ. എല്ലാവരുടെ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗമാക്കണേ അല്ലാ. ഈ പെരുന്നാളിന്റെ ദിവസം ഞങ്ങൾ സന്തോഷിക്കുമ്പോ ഞങ്ങളെ കൂടെ മരണപ്പെട്ടു പോയ വല്ലുപ്പ വല്ലുമ്മയില്ല, പലരുടെയും മാതാപിതാക്കളില്ല, കുടുംബക്കാരില്ല, ഭർത്താക്കന്മാരില്ല, മക്കളില്ല, ഭാര്യമാരില്ല, അവരെ ഖബർ സ്വർഗമാക്കല്ല, റാഹത്തിലാക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ല. സ്വർഗം നൽകണേ അല്ല. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ല. ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി കൊടുക്കണേ അല്ല. പഠിച്ച ജോലി കൊടുക്കണേ അല്ല. ഉദ്ദേശിച്ച ജോലി കൊടുക്കല്ല. സാമ്പത്തികമായ ഹല്ല് നൽകല്ല. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള്, ഭാര്യമക്കള്, ഭർത്താക്കന്മാര്, കുടുംബക്കാര്, ബന്ധപ്പെട്ടവര്, സ്നേഹിച്ചവര്, സഹായിച്ചവര്, അയൽവാസികള്, അതുപോലെ ഭക്ഷണം തന്ന ആളുകളുണ്ട്, വല്ലുപ്പ വല്ലുമ്മമാര്. അള്ളാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാരൊക്കെയുണ്ടോ അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവ്വത്തും റാഹത്തും ഈമാനും തഖ്വയും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഖബർ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ മേഖലകളിലും നിന്റെ കാവല് നൽകണേ അല്ലാ. മക്കളെ കാക്കണേ അല്ലാ. മുത്തുനബിയുടെ ബർക്കത്ത് നൽകണേ അല്ലാ. മാതാപിതാക്കളെ പൊരുത്തം നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. ഈ പാവപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, സഹോദരന്മാരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ലാ. ഫലസ്തീനിലുള്ള ജനതകൾക്ക് സന്തോഷം നൽകല്ല. അവരെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, പാർപ്പിടമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ലാതെ കഷ്ടപ്പാടിലാണ്. അവരെ സഹായിക്കല്ല, അവരെ സംരക്ഷിക്കണേ അല്ലാ. അവർക്ക് ഭക്ഷണം നൽകല്ല, പാർപ്പിട സൗകര്യങ്ങൾ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വഇലൈക അനബിനാ വഇലൈകൽ മസീർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നമ്മളെ രാവിലത്തെ 6 മണിക്ക് നടക്കുന്ന ചാനൽ മജ്ലിസിൽ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും അതിൽ പങ്കെടുക്കണം. റമദാൻ കഴിഞ്ഞു, ശഅബാൻ കഴിഞ്ഞു, റജബ് കഴിഞ്ഞു, ഇനി അതൊന്നും ഉണ്ടാവില്ല എന്നാരും വിചാരിക്കണ്ട. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. കഴിയുന്ന ആളുകളൊക്കെ അത് കാണണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ ഈ 1 മണിക്കുള്ള മജ്ലിസ് ഉണ്ടാകും. അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.